ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു കാലത്ത് സിനിമയുടെ ജീവസുറ്റ കഥാപാത്രമായി ജീവിച്ചു കാണിച്ച കലാകാരനാണ് രാജൻ പാടൂർ. ഇന്ന് തന്റെ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗശയ്യയിൽ കിടന്നും കഷ്ടപ്പെടുന്ന ജീവിതകഥയിലെ നടനാണ് ഇദ്ദേഹം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ തന്റെ രചനകളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകിയ വ്യക്തിയാണ് AC ഗോവിന്ദനെന്ന് മന്ത്രി MK മുനീർ. ന്യൂനപക്ഷ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന മാനേജ്മെന്റുകൾക്കെതിരെ പൊതുസമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ പ്രതിസന്ധികൾ പഠിക്കാൻ സർക്കാർ പുതിയ കമ്മീഷനെ നിയമിക്കണമെന്ന് MK രാഘവൻ MP. വിശദമായ വാർത്തകളിലേക്ക്. ഗവൺമെന്റ് പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ കൃത്യമായ എണ്ണം കണക്കിലാക്കി ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പഠിക്കാൻ സർക്കാർ പുതിയ കമ്മീഷനെ നിയമിക്കണമെന്ന് MK രാഘവൻ MP. കേരള ഗവൺമെന്റ് ട്രെയിൻഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് ട്രെയിൻഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന നഴ്സുമാരുടെ കൃത്യമായ എണ്ണം നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അർപ്പണ മനോഭാവത്തോടെയും ആത്മാർത്ഥതയോടെയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് നഴ്സുമാർ. എന്നാൽ കേരള ഗവൺമെന്റ് ട്രെയിൻഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഓർഗനൈസേഷന്റെ കീഴിൽ ഏകദേശം 8000-ഓളം നഴ്സുമാർ പ്രതിസന്ധികൾ നേരിടുകയാണ്. ഒരുപറ്റം ആളുകൾക്ക് നീതി ലഭിക്കുകയും ബാക്കിയുള്ളവർക്ക് നീതി ലഭിക്കാതെയിരിക്കുകയും ചെയ്യുന്നത് നഴ്സുമാർക്കെതിരെയുള്ള അവഗണനയുടെ ഭാഗമാണ്. ഇതിനുവേണ്ടി സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മീഷനെ വെച്ച് നിങ്ങളുടെ ഈ ദയനീയമായ അവസ്ഥ പഠിക്കാൻ, പരിതാപകരമായ അവസ്ഥ പഠിക്കാൻ, ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പെൻഷൻ കിട്ടി ജീവിക്കാൻ ഒരു കമ്മീഷൻ വെക്കുക മാത്രമേ മാർഗമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് ട്രെയിൻഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ലൂസി ക്രിസ്റ്റബൽ, ഫിയാഫ് പ്രസിഡന്റ് PV ഗംഗാധരൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് MT പത്മ, V അബ്ദുൾ റസാഖ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ MK ബീരാൻ തുടങ്ങിയവരും, പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ബീന K തോമസ്, K അനന്തൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു. സ്വന്തം ഹാസ്യരംഗങ്ങൾ കണ്ട് മറ്റുള്ളവർ ചിരിക്കുമ്പോൾ രാജൻ പാടൂർ എന്ന കലാകാരൻ വാടക വീട്ടിലിരുന്ന് തേങ്ങുകയാണ്. സിനിമയിൽ തന്റെ കഥാപാത്രങ്ങളെ അവിസ്മരണീയനാക്കിയ ഈ കലാകാരൻ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും സുമനസ്സുകളുടെ കാര്യം തേടുകയാണ്. റിപ്പോർട്ട്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പാലിന്റെ അളവ് അന്നു പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളെ നോക്കിക്കും. എന്റെ കൂടി എന്നത് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ഉണ്ടാവും. 4? പിഴിഞ്ഞു പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ പോലെ ചോര വരാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കൂലിതാ. എല്ലാം കൂടി നാളെ തരാം. നാളെ തരണ്ട, കുഴപ്പമില്ല. ഈ പാല് ഞാൻ കൊണ്ടുപോകും. തോന്നിവാസം കാണിക്കരുത്. റേഷനേജ് വാങ്ങാൻ എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. സ്വന്തം ഹാസ്യരംഗങ്ങൾ കണ്ട് മറ്റുള്ളവർ ചിരിക്കുമ്പോൾ രാജൻ പാടൂർ എന്ന കലാകാരൻ വാടക വീട്ടിലിരുന്ന് തേങ്ങുകയാണ്. നാടോടിക്കാറ്റ്, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ കഥാപാത്രത്തെ അവിസ്മരണീയനാക്കിയ നടനാണ് രാജൻ പാടൂർ. ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും അവശനാണ് ഇദ്ദേഹം. ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയ്ക്ക് പുറമെ സ്വന്തം കിടപ്പാടും പോലും നഷ്ടമായ അവസ്ഥയിലാണ് ഇദ്ദേഹം.
നാടോടിക്കാറ്റിലെ പാൽക്കാരനായും നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ ബോംബ് നിർമ്മിക്കുന്ന ആളായും നമ്മെ ചിരിപ്പിച്ച നടനായിരുന്നു രാജൻ. എന്നാൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്വന്തം വേദനകൾ കൊണ്ട് മുറിവേറ്റു. രോഗങ്ങൾക്ക് കീഴടങ്ങിയ ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയയും ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു. തുടർ ചികിത്സകൾക്കായി മാസം തോറും 7000 രൂപയാണ് നിർധനരായ ഈ കുടുംബം ഇന്ന് കണ്ടെത്തേണ്ടത്. 6 പെൺമക്കളുടെ വിവാഹം നടത്തി വിശ്രമ ജീവിതത്തിന് ഒരുങ്ങിയവയാണ് ഇദ്ദേഹം രോഗങ്ങൾക്ക് കീഴടങ്ങിയത്. വീടുണ്ടാക്കിയിട്ട് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കിടക്കാൻ സ്ഥലമില്ലല്ലോ. ഈ വീട് ഇപ്പം ഉള്ള വീട് ഈ മാസം ഒഴിയണം, എങ്ങോട്ട് പോകുന്നുള്ള ചിന്തയാ. കോഴിക്കോട്ടെ പ്രമുഖ നാടകവേദികളിൽ അഭിനയ മികവ് തെളിയിച്ചാണ് ഈ കലാകാരൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. IV ശശി, T ദാമോദരൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ആവനാഴി എന്ന സിനിമയാണ് അഭിനയ ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. പിന്നീടുള്ള യാത്രയിൽ കുതിരവട്ടം പപ്പുവിനെ പോലെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടുകയും നിരവധി കാർണിവൽ അരങ്ങുകളിൽ തനിക്കുള്ളിലെ നടനെ കെട്ടിപ്പടുക്കുകയും ചെയ്ത അഭിനേതാവാണ് രാജൻ പാടൂർ. ചികിത്സാ ചിലവും സാമ്പത്തിക ചിലവുകളും കാരണം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ കലാകാരൻ. ഇതിനെക്കുറിച്ച് താരസംഘടനകളെ അറിയിച്ചിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പദ്ധതിയിലൂടെ ലഭിച്ച സ്ഥലത്ത് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് രാജനും കുടുംബവും. തന്റെ കണ്ണീരൊപ്പാൻ സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. എന്താ ചാക്കില്? ഇത് ബോംബാ? നാടൻ ബോംബ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. തേങ്ങയും റബ്ബറൊക്കെ തകർന്നില്ലേ? ഇത് നല്ല ലാഭം. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. നമുക്ക് പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാർക്കും വെക്കും. എന്നിട്ടൊന്നുമില്ല. പാർട്ടിക്കാർക്ക് ഇതെന്തിനാണെന്നാ ചോദിച്ചത്. അതറിഞ്ഞൂടാ? പാർട്ടിക്കാർക്ക് ബോംബെന്തിനാന്ന് അറിഞ്ഞൂടാ? ന്യൂനപക്ഷ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സ്പെഷ്യൽ കൺവെൻഷൻ ജില്ലാ വർത്തക ഭവനിൽ നടന്നു. ET മുഹമ്മദ് ബഷീർ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന KHSTU ടീച്ചേഴ്സ് ലോഞ്ചിന്റെ നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ന്യൂനപക്ഷ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും തീർച്ചയായിട്ടും അറിയാം. ഗവൺമെന്റ് തന്നെ വളരെ താല്പര്യം കാണിക്കുന്ന പോലും നിങ്ങൾക്കറിയാം. കാരണം ഞാൻ കമ്മിറ്റി ഒന്നും ആ കാലഘട്ടത്തിൽ വരുന്ന സമയത്തൂടെ ഹയർ സെക്കൻഡറി മെല്ലെ മെല്ലെ വരുന്ന തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. O ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KT അബ്ദുൽ ലത്തീഫ്, വിളക്കോട്ടൂർ മുഹമ്മദ് അലി, അബ്ദുറഹ്മാൻ, KT ഹനീഫ, സജി തോമസ്, KK മുഹമ്മദ് അഷ്റഫ്, CTP ഉണ്ണിമൊയ്തീൻ, സജിത, V ഫൈസൽ, S സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് തന്റെ രചനകളിലൂടെ അത് സമൂഹത്തിന് പകർന്നു നൽകിയ വ്യക്തിയാണ് AC ഗോവിന്ദനെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. AC ഗോവിന്ദൻ 50ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന AC ഗോവിന്ദന്റെ 50ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. പരിപാടി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും തന്റെ രചനകളിലൂടെ അതും സമൂഹത്തിന് നൽകുകയും ചെയ്ത വ്യക്തിയാണ് AC ഗോവിന്ദനെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ലഭിച്ച ഓരോ സന്ദേശത്തെയും അതിന്റേതായ പ്രാധാന്യത്തോടെ സ്വീകരിക്കുകയും ധർമ്മങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ് AC ഗോവിന്ദൻ. മനുഷ്യനായി ജീവിക്കുക എന്ന ആശയം ഉൾക്കൊണ്ടാണ് ഇദ്ദേഹവും ജീവിച്ചത്. ഇത്രയേറെ സമൂഹത്തിന് ഉപകാരിയായിരുന്ന സാമൂഹ്യ സേവകനും ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മനുഷ്യന് മനുഷ്യത്വമായിരിക്കണം ജാതി, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമ്യഥ ന ബ്രാഹ്മണാദിരസൈവം ആ തത്വം വേത്തി കോപിന. യഥാർത്ഥത്തിൽ ആ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശം, മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്ന സന്ദേശം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതം പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് AC ഗോവിന്ദൻ. പറയഞ്ചേരി സെൻഗുപ്ത ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് MK രാഘവൻ MP AC ഗോവിന്ദൻ മെമ്മോറിയൽ ഹാൾ സമർപ്പിച്ചു. പരിപാടിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ AG ദിനേശ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കവിയും നാടകകൃത്തുമായ PN ചന്ദ്രന് സാഹിത്യ സംഭാവനയ്ക്കുള്ള ആദരസൂചകമായി AC ഗോവിന്ദൻ സ്മരണാർത്ഥം ചികിത്സാ സഹായം നൽകി. AVA ഗ്രൂപ്പ് ജനറൽ മാനേജർ AP അനൂപ്,
കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത്, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ, കോഴിക്കോട് ജില്ലാ സബ് ജഡ്ജ് ആർ എൽ ബൈജു, എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക നിലയം പ്രസിഡന്റ് ടി വി രാമചന്ദ്രൻ, ഷെവലിയർ സി ഇ ചാക്കുണ്ണി, സെൻഗുപ്ത ലൈബ്രറി സെക്രട്ടറി പി എം നാരായണൻ, കേരള ആരോഗ്യവകുപ്പ് അഡീഷണൽ വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിത തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സ്തനാർബുദ രോഗലക്ഷണങ്ങളെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും വിദഗ്ധ പരിശോധന ആവശ്യമുള്ളവർക്ക് തീർത്തും സൌജന്യമായി മാമോഗ്രാം ഉൾപ്പെടെ സമ്പൂർണ്ണ പരിശോധന നടത്താൻ സൌകര്യമുള്ള സഞ്ചരിക്കുന്ന ക്ലിനിക് കോഴിക്കോട്ടെത്തി. പ്രതീക്ഷയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ക്യാമ്പ് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ ലോക സ്തനാർബുദ ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായി അർബുദ രോഗികളുടെ ഉന്നമനത്തിനായുള്ള സംഘടനയായ പ്രതീക്ഷയുടെ ആഭിമുഖ്യത്തിലാണ് സ്തനാർബുദ രോഗ നിർണയ മൊബൈൽ യൂണിറ്റ് കോഴിക്കോട്ടെത്തിയത്. സ്തനാർബുദത്തെ അകറ്റി നിർത്തുവാൻ ആരോഗ്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും പരമാവധി മുൻകരുതൽ സ്വീകരിക്കുകയും വേണം. കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാവുകയും വേണം. കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ സ്തനാർബുദം തന്നെയാണ്. അത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലഘുവായ ചികിത്സ വഴി പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രതീക്ഷ ഇത്തരമൊരു അവസരമൊരുക്കിയത്. ക്യാമ്പിൽ പങ്കെടുത്തവരെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിക്കുകയും തുടർ പരിശോധനയായ മാമോഗ്രാം ആവശ്യമുള്ളവർക്ക് സൌജന്യമായി മൊബൈൽ യൂണിറ്റിൽ വെച്ച് മാമോഗ്രാം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. പ്രതീക്ഷ പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്ത് അധ്യക്ഷനായിരുന്നു. ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ബോധവൽക്കരണ മാസ സന്ദേശം നൽകി. മിംസ് ആശുപത്രി പീഡിയാട്രിക്സ് ഹെഡ് ഡോക്ടർ സുധാകൃഷ്ണൻ ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള നായർ, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റിമീള ഗ്രേസ്, പ്രതീക്ഷ ജോയിന്റ് സെക്രട്ടറി സിന്ധു ടീച്ചർ, പ്രതീക്ഷ രക്ഷാധികാരി ഡോക്ടർ മിനി വാര്യർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെസ് മത്സരം സംഘടിപ്പിച്ചു. KRM ചെസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ചെസ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. KRM ചെസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടന്ന പരിപാടി സംസ്ഥാന ചെസ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ചെസ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ 100ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ചെസ് കോച്ചസ് സെക്രട്ടറി KV വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ചു. പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനായകൻ, ചെസ് കോച്ച് KR മധുസൂദനൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാന നഴ്സസ് അവാർഡ് ജേതാക്കൾക്ക് ജയൻസ് ഇന്റർനാഷണലിന്റെ ആദരം. ഗീത മരുതക്കോട്, P. ഉഷാദേവി എന്നിവരെയാണ് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉപഹാരം സമർപ്പിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സർക്കാർ നഴ്സസ് അവാർഡ് ജേതാക്കളായ കോഴിക്കോട് ജില്ലയിലെ ഗീത മരതകം, P. ഉഷാദേവി എന്നിവരെ കോഴിക്കോട് ജെയിൻസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. രണ്ടും നമ്മുടെ മാലാഖമാരാണ് എന്ന് നമുക്ക് പറയാം.
രോഗികളോടൊപ്പം നിൽക്കുന്ന ഏത് സമയവും എപ്പോഴും രോഗികൾക്ക് സമാശ്വാസം പകരുന്ന ഇവരാണ് മാലാഖമാർ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. വെള്ള യൂണിഫോം ഇട്ട മാലാഖമാർ എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് വെള്ളയുടുപ്പിട്ട ഈ മാലാഖമാരെ നമ്മൾ എല്ലാ രീതിയിലും കുറയ്ക്കാറുള്ളത്. കോഴിക്കോട് DMO ഡോക്ടർ നാരായണൻ നായക് മുഖ്യാതിഥിയെ പങ്കെടുത്തു. ജെയിൻസ് ഗ്രൂപ്പ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK വിജയൻ, ഗവൺമെന്റ് സ്കൂൾ നഴ്സിംഗ് പ്രിൻസിപ്പൽ EA മറിയക്കുട്ടി, സ്വാതന്ത്ര്യം കൺവീനർ അമൽ സുരേന്ദ്രൻ, ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്ത്, P ഉഷാദേവി, ഗീത മരുതങ്കോട്, അനേഷ് രാമാനുജം എന്നിവർ സംസാരിച്ചു. SNDPയെ തകർക്കാനുള്ള CPM നീക്കത്തിനെതിരെ SNDP യോഗം വനിതാ വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം SNDP കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി C സുധീഷ് ഉദ്ഘാടനം ചെയ്തു. അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പുറമ്പോക്കുകളിലേക്ക് തള്ളപ്പെട്ട ഭൂരിപക്ഷ സമുദായം രാഷ്ട്രീയ ശക്തിയാക്കുന്നതിൽ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് SNDP യോഗത്തെ തകർക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ CPM നേതാക്കൾ SNDPയെ കടന്നാക്രമിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് SNDP യോഗം കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി C സുധീഷ് പറഞ്ഞു. SNDP വനിതാ സംഘം കോഴിക്കോട് യൂണിയൻ VS അച്യുതാനന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴിക്കോട് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിനോ മഹത്വത്തിനോ നിരക്കാത്ത രീതിയിൽ വില കുറഞ്ഞ ആരോപണങ്ങളുമായി SNDP യോഗത്തിന് എതിരെ വന്നിരിക്കുകയാണ്. നാളിതുവരെയായി സ്വന്തം പാർട്ടിയില് സ്വന്തം തട്ടകത്ത് പോലും ആരും അടുപ്പിക്കാതെ പാർട്ടിയിലെ കുട്ടിസഖാക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പോലും പറഞ്ഞ് മാറ്റി നിർത്തിയ VS അച്യുതാനന്ദൻ സ്വന്തം പാർട്ടി വേദികളിലേക്ക് വീണ്ടും വലിഞ്ഞു കയറുവാനുള്ള അവസരമായി SNDP യോഗത്തിന് ഏറ്റെടുക്കുകയും SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ വില കുറഞ്ഞ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയുമാണ് ഉണ്ടായിരിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് T ഷനൂപ് അധ്യക്ഷം വഹിച്ചു. വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് PK ശ്രീലത, സെക്രട്ടറി ലീല വിമലേശൻ, യൂണിയൻ നേതാക്കളായ ഡോക്ടർ റോയ് വിജയൻ, V സുരേന്ദ്രൻ, M മുരളീധരൻ, സുനിൽ ചന്ദ്രഞ്ചേരി, ശ്രീനിവാസൻ K, PK ഭരതൻ, VV കേളുക്കുട്ടി, M വരലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥികളുടെ സംഗമം നളന്തയിൽ നടന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് യഹിയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥികളുടെ സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് യഹിയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷം വഹിച്ചു. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം E അബൂബക്കർ, സംസ്ഥാന സെക്രട്ടറി റോയ് അറക്കൽ, സംസ്ഥാന ട്രഷറർ ജലീൽ നീലാമ്പ്ര, ഡോക്ടർ അനസ് നിലമ്പൂർ, S നജീബ്, മാഹിൻ അത്തോളി, സാലിം അഴിയൂർ, KK ഷുക്കൂർ മാസ്റ്റർ, എഞ്ചിനീയർ MA സലീം, സലീം കാരാടി, KP ഗോപി, UK ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ, NK സുഹറാബി, K ജലീൽ സക്കാഫി, ഇസ്മായിൽ കമ്മന എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം സംഗമത്തിൽ സംസ്ഥാന സെക്രട്ടറി റോയ് അറക്കൽ നിർവഹിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ 1, 2, 16, 18, 30, 35, 36, 41, 42, 43, 48, 49, 52, 53, 57 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ.
Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. സംവരണം അട്ടിമറിക്കരുതെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ജീവിതത്തിൽ മുൻപെങ്ങുമില്ലാത്ത ഉത്കണ്ഠ ഏറെ ഗൌരവത്തോടെ കാണണമെന്ന് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ പറഞ്ഞു. സംവരണം തകർക്കാനുള്ള നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംവരണം എടുത്തുകളയാൻ സംഘപരിവാർ നീക്കം ശക്തമായിട്ടും മുസ്ലിം ലീഗും SNDPയും ഉൾപ്പെടെ പ്രതികരിക്കാത്തതിന്റെ പൊള്ളത്തരം ധർണകളിൽ തുറന്നുകാട്ടിയായിരുന്നു മിക്കവരും സംസാരിച്ചത്. ആയിരങ്ങൾ സമരത്തിൽ അണിചേർന്നു. പിന്നോക്ക സമുദായങ്ങളിലെ സംവരണത്തിൽ നിന്ന് ക്രിമിലിയർ വിഭാഗത്തെ ഒഴിവാക്കി കഴിഞ്ഞു. പിന്നീടുള്ളത് പാവങ്ങൾ മാത്രമാണ്. പാവങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് ലീഗും SNDPയും മിണ്ടാതിരിക്കുന്നത്. സംവരണ വിഭാഗത്തിന് അവകാശപ്പെട്ട സംവരണം ആ വിഭാഗത്തിലെ പാവങ്ങൾ കഴിഞ്ഞാൽ ക്രിമിലിയർ വിഭാഗത്തിന് നൽകണമെന്നാണ് CPIM നിലപാട്. ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യണം. അതോടൊപ്പം മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സംവരണം വേണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. LDF സിറ്റി കമ്മിറ്റി സെൻട്രൽ ലൈബ്രറിക്ക് സമീപം നടത്തിയ ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത നിലയിലുള്ള ഉത്കണ്ഠ ഇതുപോലുള്ള വർഗീയ പ്രശ്നങ്ങളുടെ സ്ഥാനത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൌരവത്തോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. TV മാധവൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് P ഗവാസ്, K ലോഹ്യ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, CP ഹമീദ്, M മോഹനൻ, K അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂരിൽ നടന്ന ധർണ KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. KS ഭീഷ്മർ അധ്യക്ഷനായിരുന്നു. മോഹൻദാസ് തിരുവിച്ചിറ, PP ബീരാൻകോയ, K ബാലരാമൻ, KP ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ റേക്കി അസോസിയേഷന്റെ 9ാമത് റേക്കി ഋഷി പുരസ്കാരം കൽപ്പറ്റ മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധൻജയ് സഖ്ദേവിന് സമർപ്പിക്കും. നവംബർ 10 3 മണിക്ക് അളകാപുരിയിൽ താന്ത്രിക ഗവേഷണ കേന്ദ്രം ചെയർമാൻ L ഗിരീഷ് കുമാർ പുരസ്കാരം സമ്മാനിക്കും. കുട്ടികളിലെ നൈപുണ്യത കണ്ടെത്തുന്നതിനും അവ അനുഭവവേദ്യമാക്കുന്നതിനുമായി ജില്ലയിലെ സ്കൂളുകളിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകൾക്ക് തുടക്കമായി. കുരുന്നു പ്രതിഭകളുടെ കുഞ്ഞറിവുകളാണ് ചിത്രങ്ങളായും രൂപങ്ങളായും പ്രദർശനത്തിനെത്തിയത്. അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് സമർപ്പണമായാണ് കുട്ടികളുടെ ശാസ്ത്ര ഗണിത പ്രദർശനം സംഘടിപ്പിച്ചത്. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുരുന്നുകൾ സ്കൂൾ തല ശാസ്ത്ര ഗണിത പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. 3, 4, 5 ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും പ്രദർശനത്തിൽ പങ്കാളികളായി. സയൻസ് ക്ലബ് കൺവീനർ ബീന P, രാജി, സിൻഡ പയ്യോളി, രശ്മി ബേപ്പൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ട് കളക്ഷൻ, എക്സ്പെരിമെന്റ്, ഗണിത ചാർട്ട് എന്നിവയും വിവിധ ആനുകാലികങ്ങളിൽ നിന്നും ശേഖരിച്ച ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തെങ്ങോല കൊണ്ടുള്ള വിവിധ രൂപങ്ങളും പ്രദർശനത്തിൽ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും പ്രദർശനം കാണാനെത്തി. നടുവട്ടം അൽമനാർ സ്കൂളിൽ കുട്ടികളുടെ പ്രവൃത്തി പരിചയമേള നടന്നു. സ്കൂൾ മാനേജർ P കമാൽ, പ്രിൻസിപ്പൽ ജയസുധ M, വൈസ് പ്രിൻസിപ്പൽ N നിഷ, ഷാനി BE, സൈറാബാനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക മാനസികാരോഗ്യാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശവുമായി വിദ്യാർത്ഥികളുടെ തെരുവു നാടകം. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ അകറ്റി നിർത്തുന്നതിനെതിരെയാണ് ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ MSW വിദ്യാർത്ഥികൾ തെരുവു നാടകം സംഘടിപ്പിച്ചത്. രോഗമില്ലാഞ്ഞിട്ട് മാനസിക രോഗിയെ പോലെ പെരുമാറുന്ന വർത്തമാന സമൂഹത്തെ എങ്ങനെ ചികിത്സിക്കാമെന്ന ചോദ്യവുമായി തെരുവു നാടകം കോഴിക്കോട്ട് നടന്നു. ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി MSW വിദ്യാർത്ഥികളാണ് ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് തെരുവു നാടകം അവതരിപ്പിച്ചത്. യഥാർത്ഥ മാനസിക രോഗികൾക്ക് ലോകത്ത് ധാരാളം ചികിത്സകളുണ്ട്. അവ പ്രയോഗിക്കാം, അവരോട് നന്നായി പെരുമാറാം. എന്നാൽ രോഗമില്ലാതെ തന്നെ രോഗിയേക്കാൾ മോശമായി പെരുമാറുന്നവരെ എന്തു ചെയ്യുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വർത്തമാന സമൂഹത്തിന്റെ അവസ്ഥയാണ് നാടകത്തിൽ അവതരിപ്പിച്ചത്. രോഗമില്ലാത്തതുകൊണ്ട് മരുന്നുമില്ല, എന്നാൽ രോഗിയെ പോലെ പെരുമാറുന്നു. ഇത് സൃഷ്ടിക്കുന്ന സങ്കടകരമായ അവസ്ഥയാണ് സമൂഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്നതെന്ന് കൊച്ചു നാടകത്തിലൂടെ വിദ്യാർത്ഥികൾ പറഞ്ഞു. ജോഫർ കൊറിയ, നീതു K, ജോസ് എന്നിവർ ചേർന്നാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. 20ഓളം വിദ്യാർത്ഥികളാണ് നാടകത്തിൽ പങ്കാളികളായത്. വാർത്തകൾ ചുരുക്കത്തിൽ. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിൽ പുതുക്കുടിക്കുന്നത്ത് പട്ടികജാതി വികസന ഫണ്ട് തിരിമറി നടത്തി റോഡ് നിർമ്മിക്കാൻ ഗൂഢശ്രമം നടത്തിയതായി പരാതി. നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പർ, BDO എന്നിവർക്കെതിരെ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് യുവജന ഐക്യവേദി സംസ്ഥാന കമ്മിറ്റിയും ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും വാർത്താസമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാളയം തെക്കുതെരു ശ്രീ രേണുക മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം
13 മുതൽ 23 വരെ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി പാതിരിശ്ശേരി ശ്രീകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവ്വവരണ പൂജ, നവരാത്രി പൂജ, വിദ്യാരംഭം, സരസ്വതി പൂജ എന്നിവ നടക്കും. കൂടാതെ നവരാത്രി മണ്ഡപത്തിൽ കലാപരിപാടികൾ എല്ലാ ദിവസവും തമിഴ്നാട്ടിലെ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കും. ഭജന, ദിവ്യനാമ സങ്കീർത്തനം, ഗാനമേള, പ്രഭാഷണം, നഗരപ്രദക്ഷിണം എന്നീ പരിപാടികൾ 11 ദിവസവും നടക്കും. ഓൾ കേരള തത്സമത്വ ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 13 ചൊവ്വാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നു. 2 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ തത്സമത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രമുഖ പത്രമായ ഇസ്മ തത്സമത്ത് മാസിക പ്രകാശനം ഇളങ്കൂർ മുത്തുക്കോയത്തങ്ങൾ നിർവഹിക്കും. നാഷണൽ ഹോസ്പിറ്റലിൽ നവീകരിച്ച ഉദര കരൾ രോഗവിഭാഗത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP-യും MLA A പ്രദീപ് കുമാറും ചേർന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിർവഹിക്കും. കൃത്യമായ രോഗനിർണയവും മികച്ച രോഗനിവാരണവും കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇനി കുറഞ്ഞ ചെലവിൽ മുഴുവൻ സമയവും ലഭ്യമാകുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ തന്റെ രചനകളുടെ സമൂഹത്തിന് പകർന്നു നൽകിയ വ്യക്തിയാണ് AC ഗോവിന്ദനെന്ന് മന്ത്രി MK മുനീർ. ന്യൂനപക്ഷ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന മാനേജ്മെന്റുകൾക്കെതിരെ പൊതുസമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ പ്രതിസന്ധികൾ പഠിക്കാൻ സർക്കാർ പുതിയ കമ്മീഷനെ നിയമിക്കണമെന്ന് MK രാഘവൻ MP. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Jilla Vartagal, the one and only TV across your district. Log on www.jillavartagal.com. Independent, impartial, indubitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.